നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെയും വേദനിപ്പിക്കാൻ തോന്നുന്നത്. ഏതൊരു കാര്യത്തിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ നമ്മളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ തീരും. അതാത് ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോഴും നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഈ അടുത്ത് ഞാൻ ഒരുപാട് ഈ കൗൺസിലിംഗ് അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ പലരുടെയും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഒരുമാതിരി സ്ട്രെസ്സ് പിടിച്ചിട്ട് കരയാനും ചിരിക്കാനും സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. ആണുങ്ങളായ എന്താ കരഞ്ഞാൽ കുഴപ്പം? കരയണം. കരച്ചിൽ വന്നാൽ കരയണം. അത് അടക്കി പിടിച്ചാലാ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ചില ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് ആണുങ്ങളായാൽ കരയാൻ പാടില്ല. ഒരു ആണുങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഒരുപാട് കുറ്റപ്പേരുകൾ കേൾക്കുന്ന ഒരാൾക്കാരാണ് പെൺകോന്തൻ എന്നൊക്കെ പറയണേക്കാം. ഭാര്യയെ ഒന്ന് സമാധാനിപ്പിച്ച, ഭാര്യയുടെ അടുത്ത് പോയിരുന്നാൽ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയണം. എന്തിന്? ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ആളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആവശ്യമല്ലേ. പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ല വാചകങ്ങൾ പറയാനും നോക്കണം. ജീവിതത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേണ്ടത്. ഒഴിവാക്കേണ്ടത് നമ്മുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നും, നമ്മളെ ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പോകണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ തടസ്സപ്പെടുത്തുകയാണ്. എന്നെക്കൊണ്ട് അത് പറ്റുമോ, എന്നെക്കൊണ്ട് അത് പറ്റുമോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ പ്രാഞ്ചേട്ടൻ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ട് പ്രാഞ്ചേട്ടൻ പ്രസംഗിക്കാൻ വരുന്ന സമയത്തും സിദ്ദിഖ് പഴയ ഒരു കാര്യം എടുത്തിട്ട് ട്രിഗറിങ് പോയിന്റ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കത് പറയാൻ പറ്റാണ്ടാവുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ആളുകൾ, ചുറ്റുമുള്ള ആൾക്കാർ തമാശയാണെന്ന് കരുതി ചില കാര്യങ്ങൾ പറയുന്നത് ഒരാളെ ഹേർട്ട് ചെയ്യണതായിരിക്കും. വളരെ ചെറുപ്പത്തിൽ ഏൽക്കുന്ന മുറിവുകൾ പലപ്പോഴും അത് അത്രയും ആഴത്തിലുള്ള കാര്യങ്ങളായിട്ടോ ഉണ്ടാവുന്നത്. പിന്നെ സൗഹൃദങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവണം. എല്ലാറ്റിനും നമ്മൾ അതിൻ്റേതായ ഒരു പരിധി നമ്മൾ വെക്കുന്നുണ്ട്. കാരണം നമ്മളെ പൂർണ്ണമായും ഹാപ്പി ആക്കാനും പൂർണ്ണമായും മനസ്സിലാക്കാനും ഒരാൾക്കും സാധിക്കുന്നതല്ല. ജീവിതം ഏറ്റവും കൂടുതൽ ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വീട്ടുകാരനെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ അച്ഛനും അമ്മയിൽ നിന്ന് അകറ്റുക എന്നുള്ളതല്ല. അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ടത് ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മകനോ മകളോ നഷ്ടപ്പെട്ടു പോവുക എന്നൊരു തോട്ട് അവർക്കും പാടില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ പോയിന്റിൽ ഏതൊരു കാര്യത്തിലും എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വാശി പിടിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളോട് ഇങ്ങനെ പെരുമാറണമെന്ന്. അത് നമ്മുടെ ആഗ്രഹമാണ്. അത് എപ്പോഴും ശരിയാവണമെന്നില്ല. അവരാഗ്രഹിക്കുന്നത് വേറെയാണ്. അവരുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി സംസാരിക്കണം, ഇതാവണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും, നിങ്ങളെല്ലാവരും കമൻ്റ് ഇടും എന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ ചില ആൾക്കാർ അത് കാണുന്ന സമയത്ത് വല്ല തിരക്കിലായിരിക്കും. നിങ്ങളത് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നീട് ചിലപ്പോൾ നിങ്ങൾ വേറൊരു തിരക്കിൽ വിട്ട് നിങ്ങൾ മാറിപ്പോയിരിക്കാം. പക്ഷേ അതുകൊണ്ട് എൻ്റെ വീഡിയോ മോശമാണ്, എൻ്റെ ആരും ലൈക്ക് ഇടാനില്ല, എന്നെ ആരും ഇഷ്ടപ്പെടാനില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്ത് എൻ്റെ പരാജയം ആരംഭിക്കുകയാണ്. പകരം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവണം. ഞാനത് ഇടുന്നു. അത് എത്തുന്നവരുടെ എത്തട്ടെ, കേൾക്കാൻ പറ്റുന്നവരിലേക്ക് കേൾക്കട്ടെ എന്നൊരു വിശ്വാസമാണ് എനിക്ക് വേണ്ടത്. നേരെ മറിച്ചിട്ട് എനിക്ക് ഇത്ര ആൾക്കാരുടെ ലൈക്ക് കിട്ടണം, ഇത്ര ആൾക്കാരുടെ കമൻറ്റ് കിട്ടണം എന്ന രീതിയിൽ പോകുമ്പോൾ എന്താണ് അതവിടെ ബാധിക്കുന്നു. അപ്പോൾ ജീവിതത്തിലെ പല ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ മൊമെൻറ്റിൽ നമുക്ക് കിട്ടണം. നാളെ ഉണ്ടാവോ ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഈ ഒരു മൊമെൻറ്റ് നമുക്കുണ്ടല്ലോ, അതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു മൊമെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതെല്ലാം നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. ചിലത് നല്ലതാണ്, ചിലത് ചീത്തയാണ്, പക്ഷെ നമുക്കത് പഠിപ്പിച്ച് തരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട്. നമ്മളാരും മോശമുള്ള ആൾക്കാരല്ല, നമ്മളിലൊക്കെ നന്മയുണ്ട്. എത്ര നന്മയുള്ള ഒരാൾക്കും മോശക്കാരനാവാനും പറ്റും. അതാണ് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം. പലപ്പോഴും അതൊക്കെ മറന്നു പോയിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു വലിയൊരു ബെസ്റ്റ് ആൾ അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആൾ എന്ന നിലയ്ക്ക് പോകുമ്പോൾ ആരാണ് പെർഫെക്റ്റ്? എന്താണ് പെർഫെക്റ്റ്? ആരാണ് അത് നിശ്ചയിക്കുന്നത്? അതെങ്ങനെ പറയാൻ പറ്റും? നമ്മളിൽ ഓരോ ആൾക്കാരുടെയും നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരിലേക്ക് പോകുമ്പോൾ ചില ഫിലോസഫിക്കൽ തോട്ട്സ് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികൾ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സംശയങ്ങൾ പറയാതെ അവരെ ഓടിച്ചു വിടുന്നുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ സമയവും കാലവും ഒക്കെ ആയിട്ട് കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും തോന്നില്ല.
കാരണം അവർക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സമയത്ത് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധിക്കുക? ഇതേമാതിരി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ സമയവും കാലവുമായി കാത്തിരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളാരും നിർബന്ധിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നേക്കുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നാളേക്ക് വെച്ചാൽ നാളെ നമ്മളുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസവും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നന്ദി പറയാം ഈ പ്രപഞ്ചത്തിനോട്, ഇത്രയും കാര്യത്തിൽ നമ്മളിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരു നല്ല പുഞ്ചിരി കൊടുത്തുകൊണ്ട് എന്താണ്, നമ്മളെപ്പോഴും കാണുമ്പോൾ പല നെഗറ്റിവിറ്റിയും പറയുകയാണ്. ഒരാളോടൊരു നല്ല വാചകം പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ ഈ നെഗറ്റീവ്സ് ഉണ്ടാവുക, ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷമത്തിന് വീണ്ടും വീണ്ടും പറയാം. നേരത്തെ ഞാൻ പറഞ്ഞ ഇച്ചുകൊച്ചിയുടെ ബുക്കിൽ തന്നെ പറയുന്നുണ്ടാവും, ആദ്യത്തെ പ്രാവശ്യം ഒരു 50 ഇറച്ചു, നമുക്ക് വേദന ഉണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം 50 ഇറക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാവും. അവിടെ അതേ ടൈപ്പ് 50 തന്നെയാവും, പക്ഷെ നമ്മളുടെ തോട്ടും കൂടി അവിടെ കലരുമ്പോൾ ആ വേദനാജനകം കൂടുകയാണ്. ഏതൊരു പ്രശ്നത്തിനും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളുകളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സന്തോഷത്തിലെയൊക്കെ പല ആളുകളും ഉണ്ടാവും, പക്ഷെ നമ്മുടെ സങ്കടകരമായ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വ്യക്തികളിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവണം. അവർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ ആരാണെന്ന് നോക്കണം. അതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് ചേർത്ത് പിടിക്കണം. പലപ്പോഴും എന്തെല്ലാം കുറ്റങ്ങളും വേദനകളും കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തണു, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അരുത്. നമുക്ക് നല്ല കുറച്ച് പോസിറ്റീവ് വേർഡ്സ് നമ്മളോട് തന്നെ സംസാരിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഇതൊരു ചുരുക്കത്തിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ കൂടി ഒരുമിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഈ വീഡിയോ. താങ്ക് യു.